എല്ലാവർക്കും മെക്ഫോൺ കേരള PG-യിലേക്ക് സ്വാഗതം. പോളി ലെക്ചറർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന പോർഷന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പഴയ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ലോവർ കാർബൺ സ്റ്റീൽ ഈസ്. നമുക്കറിയാം ഒരുപാട് സ്റ്റീലിൻ്റെ ഒരു കോമ്പോസിഷൻസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബുക്കുകളിൽ 1.7% വരെയാണ് പറയുന്നത്, ചില ബുക്കുകളിൽ അത് 2.1% വരെ പറയുന്നുണ്ട്. ഇപ്പോൾ ലോ കാർബൺ സ്റ്റീല്, അതുപോലെ തന്നെ ലോ കാർബൺ സ്റ്റീൽ കഴിഞ്ഞിട്ട് മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, അങ്ങനെ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ലോ കാർബൺ സ്റ്റീൽ നമുക്ക് വരുന്നത് അത് ഓപ്ഷൻ എ ആണ്. 0.15% ആണ് നമുക്കതിൽ വരിക. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഇൻ മെറ്റൽ ഫോമിംഗ് പ്രോസസ്സസ്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഇലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി പ്ലാസ്റ്റിസിറ്റി, ഓപ്ഷൻ സി ഡക്റ്റിലിറ്റി, ഓപ്ഷൻ ഡി ബ്രിട്ടിൽനെസ്. നമുക്കറിയാം ഒരു മെറ്റൽ ഫോമിംഗ് പ്രോസസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് പ്ലാസ്റ്റിസിറ്റി ആണ്. അപ്പം എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്നുള്ളത്? ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആണ്. നമുക്കറിയാം ഒരു മെറ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എബവ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ലിമിറ്റ് ഉണ്ട്. അതായത് നോർമലി ഇറ്റ് ഈസ് ഒരു മെറ്റൽസിൻ്റെ കേസ് ആണെങ്കിൽ ഒരു 0.5 to 0.6% ഓഫ് ഇസ് മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, plasticity is defined as the important mechanical property of a material that retains the deformation produced under load permanently ആണ്. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള ഒരു കഴിവാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയർ ഫോമിൽ ഡ്രോൺ ചെയ്യാൻ പറ്റും, ഇനേബിൾ ചെയ്യാൻ. ഒരു 5% ഇലോങ്ങേഷൻ മുകളിൽ വരിക. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അല്ലേ, അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ഇതാണ്. അതിനെയാണ് നമ്മൾ ബ്രിട്ടിൽനെസ് എന്നൊക്കെ പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. സ്റ്റീൽ കണ്ടെയ്നിങ് 11% to 14% ഓഫ് ക്രോമിയം ആൻഡ് 0.35% ഓഫ് കാർബൺ ഈസ് കോൾഡ്. നമുക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കേസിൽ ക്രോമിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി ആണ്. ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ അലോയിങ് എലമെൻ്റ് ആണ്. ക്രോമിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസ് കൂടും. 11 to 14% ഓഫ് ക്രോമിയം 0.35% ഓഫ് കാർബണും വരുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാതെ മാഗ്നറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാൻ ബി ഈസിലി ഡ്രോൺ ഇൻ ടു വയേഴ്സ്. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. കാസ്റ്റ് അയൺ, സിങ്ക്, ടിന്ന്, കോപ്പർ. ഇപ്പം ഈസിലി ഡ്രോൺ ഇൻ ടു വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റൽ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഡക്റ്റൈൽ ആണ്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അങ്ങനെ ഈസി ആയിട്ട് വയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോപ്പറാണ്. കോപ്പറിനാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള. കാസ്റ്റ് അയൺ നമുക്കറിയാം അതൊരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, partially deoxidized or non-deoxidized low carbon steels are known as. Options ഉണ്ട്. Killed steel, semi killed steel, rimming steel, all of the above. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം ഡീഓക്സിഡൈസ്ഡ് സ്റ്റീലിനെ നമ്മൾ കിൽഡ് സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി റിമ്മിങ് സ്റ്റീലാണ്. ബാക്കിയുള്ളത് സെമി കിൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ്ലി ഡീഓക്സിഡൈസ്ഡ് ആണ്, പാർഷ്യലി ഡീഓക്സിഡൈസ്ഡ് അല്ല, ഇൻകംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ഡീഓക്സിഡൈസ്ഡ് ആണ്. അതുപോലെ തന്നെ നോൺ ഡീഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളതും കൂടി വരുന്നത്. പാർഷ്യലി ഡീഓക്സിഡൈസ്ഡ് ആണോ നോൺ ഡീഓക്സിഡൈസ്ഡ് ആണ് റിമ്മിങ് സ്റ്റീൽ. അപ്പോൾ കറക്റ്റ് ആൻസർ റിമ്മിങ് സ്റ്റീലാണ്. ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഡിഫോർമേഷൻ ഈസ് കോൾഡ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ക്രീപ്പ്, ഓപ്ഷൻ ബി ഫാറ്റിക്, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്,
ക്രീപ്പ് ആണ്. Creep is the tendency of a solid material to move slowly or deform permanently under the influence of mechanical stresses. ഇപ്പോൾ ഏറ്റവും സ്ലോവസ്റ്റ് അല്ലെങ്കിൽ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫോർമേഷനെ നമ്മൾ ക്രീപ്പ് എന്നാണ് പറയുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ ഈസ്. അപ്പോൾ നമുക്കറിയാം 1 വരുന്നത് സിമ്പിൾ ക്യൂബിക്കിലാണ്, 4 വരുന്നത് ഫേസ് സെൻറ്റേർഡിലാണ്, 2 അങ്ങനെ നോർമലി നമ്മൾ കാണുന്നത് ബോഡി സെൻറ്റേർഡിലാണ്. ഓപ്ഷൻസ് ബി ആണ്. 6 ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറിൽ ഉണ്ടാവുക. ഇഫ് സ്റ്റീൽ ഈസ് കൊഞ്ച്ഡ് ഇൻ വാട്ടർ ദ സ്ട്രക്ചർ ഒബ്റ്റൈൻഡ് ഈസ്. അറിയാം കൊഞ്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നമ്മൾ ചെയ്യുന്നത് ഹാർഡ്നെസ് ഒബ്റ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വി ഹാവ് 4 ഓപ്ഷൻസ്: പിയർലൈറ്റ്, സോർബൈറ്റ്, മാർട്ടൻസൈറ്റ്, ട്രൂസ്റ്റൈറ്റ്. 4 ഇതിലേതാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ മാർട്ടൻസൈറ്റ് ആണ്. അതായത് വാട്ടറിൽ കൊഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നത് മാർട്ടൻസൈറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഓയിൽ കൊഞ്ചിങ് ആണെങ്കിൽ വെരി ഫൈൻ പിയർലൈറ്റ് ട്രൂസൈറ്റ് ആണ് കിട്ടുന്നത്. 450 ആയിരിക്കും അതിൻ്റെ BHN ബിർണൽ ഹാർഡ്നെസ് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയർ കൊഞ്ചിങ് ആണെങ്കിൽ ഫൈൻ പിയർലൈറ്റ് അല്ലെങ്കിൽ സോർബൈറ്റ് സ്ട്രക്ചർ 350 BHN ആണ് കിട്ടുന്നത്. ഫർണസ് ആണെങ്കിൽ കോഡ്സ് പിയർലൈറ്റ് 180 BHN ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹോട്ട് വർക്കിംഗ് ആണ്. ഓപ്ഷൻ എ, annealing operation is not necessary. Option B, power requirement is low. Surface finish is good. Option D, grain refinement is possible. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനീലിംഗ് ഓപ്പറേഷൻ ഈസ് നോട്ട് നെസറി. അനീലിംഗ് വേണ്ട, കാരണം അത് ഹോട്ട് വർക്കിംഗ് ആണ്, അനീലിംഗിൻ്റെ ആവശ്യമില്ല. പവർ റിക്വയർമെൻറ്റ് ലോ ആണ്, കാരണം ഹോട്ട് വർക്കിംഗ് ആകുമ്പോൾ നമ്മൾ അത്രയ്ക്ക് മേൽ ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ടില്ല, പവർ കുറച്ച് മതി. ഗ്രെയിൻ റിഫയർമെൻറ്റ് ഉണ്ട്, എബോവ് റീക്വലൈസേഷൻ ടെമ്പറേച്ചറിൽ ഉണ്ട്. ഇപ്പോൾ സർഫസ് ഫിനിഷ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഹോട്ട് വർക്കിങ്ങിൽ നല്ലതായിട്ട് കിട്ടത്തില്ല, അത് പുവർ ആയിരിക്കും. കോൾഡ് വർക്കിങ്ങിലാണ് ബെറ്റർ സർഫസ് ഫിനിഷ് കിട്ടുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, നൈട്രൈഡിംഗ് യൂസസ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഫോർ ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റൽസ്. നൈട്രജൻ കോമ്പൗണ്ട്, കാർബൺ കോമ്പൗണ്ട്, കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് നൈട്രജൻ ബോത്ത്, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൈട്രജൻ കോമ്പൗണ്ട് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഈ കാർബറൈസിങ്ങിൽ ഒരു മെത്തേഡാണ്, കാർബറൈസിങ്ങിൽ ഒരു മെത്തേഡാണ് നൈട്രൈഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഹാർഡൻ ചെയ്യാനായിട്ട് കാർബൺ കോമ്പൗണ്ടിന് പകരം നമ്മൾ നൈട്രജൻ കോമ്പൗണ്ട് ആയിരിക്കും യൂസ് ചെയ്യുക. നൈട്രജനും കാർബണും മിക്സ് ചെയ്തതല്ല, നൈട്രജൻ്റെ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൈട്രൈഡിംഗ് പാർട്സ് അക്വയർ എ വെരി ഹൈ സർഫസ് ഹാർഡ്നെസ്, നോർമലി 730 to 1100 BHN, 1100 BHN വരെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലെയിൻ കാർബൺ സ്റ്റീൽ കണ്ടെയ്നിങ് 0.1% of carbon is suitable for case hardening by flame hardening, induction hardening, pack carburizing, nitriding. ഇതിൻ്റെ ആൻസർ വരുന്നത് പാക്ക് കാർബറൈസിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പാക്ക് കാർബറൈസിംഗ് ദ സ്റ്റീൽ പീസ് ഈസ് പാക്ഡ് ഇൻ എ സ്റ്റീൽ കണ്ടെയ്നർ ആൻഡ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ദ ചാർക്കോൾ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡെൽറ്റ അയൺ ഒക്കേഴ്സ് അറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓപ്ഷൻ എ, റൂം ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി, അബവ് മെൽറ്റിംഗ് പോയിന്റ്. ഓപ്ഷൻ സി, ബിറ്റ്വീൻ 1400 and 1539 degree. ഓപ്ഷൻ ഡി, ബിറ്റ്വീൻ 900 and 1400 ഡിഗ്രി ആണ്. ആൻസർ വരുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലൈസ് ഇൻ ബിറ്റ്വീൻ 1400 and 1539 ഡിഗ്രിയാണ്. ഇപ്പോൾ ഫെറൈറ്റ് ആൽഫ മോഡിലായിരിക്കും അപ് ടു 910 ഡിഗ്രി വരെ ഉണ്ടാവുക. 910 to 1394 വരെ ഓസ്റ്റനേറ്റ് സ്ട്രക്ചർ ആയിരിക്കും, ഗാമ സ്ട്രക്ചർ ആയിരിക്കും, ഗാമ അയൺ ആയിരിക്കും. ഡെൽറ്റ അയൺ 1394 to 1539. അത് റൗണ്ട് ചെയ്ത് പറയുന്നതാണ് 1400 to 1539 എന്നുള്ളത്. 13ാമത്തെ ക്വസ്റ്റ്യൻ,
ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് യൂസ്ഡ് ഫോർ സ്റ്റീൽ കാസ്റ്റിംഗ്. നമുക്കവിടെ നോർമലൈസിങ്, അനീലിംഗ്, ടെമ്പറിങ്, ഹാർഡനിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ നോർമലൈസിങ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. Normalizing is used to refine the structure of steel casting and forging. The specimen is heated beyond the upper critical temperature and cooled in still air ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോർമലൈസിങ് ഗ്രെയിൻസ് റിഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രെയിൻ റിഫൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അഡീഷൻ ഓഫ് സൾഫർ ടു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻക്രീസസ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? സൾഫർ ആഡ് ചെയ്ത് നമുക്ക് അറിയാം മെഷീനബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. മെഷീനബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ സൾഫർ ആഡ് ചെയ്യുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്രീപ്പ് ഈസ് കൺസിഡർഡ് ഇൻ ഡിസൈൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഐസി എഞ്ചിൻ സിലിണ്ടർ, ഗ്യാസ് ടർബൈൻ പ്ലേറ്റ്സ്, സ്റ്റീം ടർബൈൻ പ്ലേറ്റ്സ്, ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇത് എല്ലാ കേസിലും ക്രീപ്പ് ഒരു ഫാക്ടറാണ്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻറ്റ് deformation ആണ്. സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ഇലോങ്ങേഷൻ ഓഫ് എ മെറ്റീരിയൽ വിത്ത് ടൈം അറ്റ് കോൺസ്റ്റന്റ് സ്ട്രെസ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ ബിലോ ദി ഇലാസ്റ്റിക് ലിമിറ്റിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. 16th question, identify the heat treatment process which results in a very hard surface even though the core remains soft and ductile. Normalizing, tempering, cyaniding, annealing. നമുക്കറിയാം ഇതിൽ സർഫസ് ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് സയനൈഡിങ് ആണ്. ബാക്കിയെല്ലാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളാണ്. സർഫസ് ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് സയനൈഡിങ് ആണ്. ഇൻ ബ്രിട്നൽ ഹാർനസ് ദ ടൈപ്പ് ഓഫ് ഇൻഡൻഡർ യൂസ്ഡ് ഈസ്? ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡൻഡർ ബ്രിട്നൽ ഹാർനസ് ടെസ്റ്റിൽ എന്ത് മെറ്റീരിയലാണ്? ഹാർഡ് സ്റ്റീൽ കോൺ, മൈൽഡ് സ്റ്റീൽ ബോൾ, ഹാർഡ് സ്റ്റീൽ ബോൾ, ഡയമണ്ട് കോൺ. ഓപ്ഷൻ സി ആണ്, ഹാർഡ് സ്റ്റീൽ ബോൾ ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഹാർഡൻഡ് സ്റ്റീൽ ഈസ്? അനീലിംഗ്, ഓപ്ഷൻ ബി നോർമലൈസിംഗ്, ഓപ്ഷൻ സി ടെമ്പറിംഗ്, ഓപ്ഷൻ ഡി നൈട്രൈഡിംഗ്. ഇതിൽ നമുക്ക് അനീലിംഗ് പ്രോസസ്സിലും നമ്മൾ സോഫ്റ്റൻ ചെയ്യുന്നുണ്ട്, ടെമ്പറിങ്ങിലും സോഫ്റ്റൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും ഓപ്ഷനിൽ വരുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പറിങ് ആയിരിക്കും. ടെമ്പറിങ് വഴിയാണ് നമ്മൾ കൂടുതൽ സോഫ്റ്റനിലേക്ക് പോവുക. അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതും ടഫ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നതും ടെമ്പറിങ് വഴിയാണ്. ബ്രിട്ടിൽനെസ് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ടെമ്പറിങ് ചെയ്യുന്നത്. അനീലിങ്ങും ബ്രിട്ടിൽനെസ് കുറയ്ക്കുന്നുണ്ട്, ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് ടെമ്പറിങ് ആണ്. Tempering is a heat treatment process consisting of reheating the hardened steel to a temperature below 400 followed by cooling. 19th question, the atomic packing fraction of diamond cubic structure? നമുക്കറിയാം 0.68 എന്ന് പറഞ്ഞാൽ BCC സ്ട്രക്ചർ ആണ്, 0.74 എന്ന് പറഞ്ഞാൽ FCC സ്ട്രക്ചർ ആണ്, 0.52 എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബിക് ആണ്. 0.34 ആയിരിക്കും ഡയമണ്ട് ക്യൂബിക് സ്ട്രക്ചറിന്റെ അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. മെഷീൻ ടൂൾ ഗൈഡ് വൈസ് ആർ യൂഷ്വലി ഹാർഡൻഡ് ബൈ? ഓപ്ഷൻ എ ഇൻഡക്ഷൻ ഹാർഡനിങ്, ഓപ്ഷൻ ബി ഫ്ലെയിം ഹാർഡനിങ്, ഓപ്ഷൻ സി വാക്വം ഹാർഡനിങ്, ഓപ്ഷൻ ഡി മാർ ടെമ്പറിങ്. നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്ലെയിം ഹാർഡനിങ് ആണ്. ടൂൾ ഗൈഡ് വൈസ് മെയിൻലി നമ്മൾ ഹാർഡൻ ചെയ്യുന്നത് ഫ്ലെയിം ഹാർഡനിങ് പ്രോസസ്സിലൂടെയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻ 6.67% ഓഫ് കാർബൺ? അത് മാക്സിമം കാർബൺ വരുന്ന ഒരു കേസ് അത് ഏത് സ്ട്രക്ചറിലായിരിക്കും ഉണ്ടാവുക? എല്ലാവർക്കും അറിയാം, അത് സിമെന്റൈറ്റ് സ്ട്രക്ചറിലായിരിക്കും. സിമെന്റൈറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സിമെന്റൈറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാം, അത് Fe3C എന്നുള്ളതായിരിക്കും. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 22, യൂഷ്വലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫോൾ ഇൻ ഡക്റ്റൈൽ മോഡ്? ഫോൾ ഇൻ ഡക്റ്റൈൽ മോഡ് അല്ല, ഫെയിൽ ഇൻ ഡക്റ്റൈൽ മോഡ് എന്നുള്ളതാണ്. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. യൂഷ്വലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫെയിൽ ഇൻ ഡക്റ്റൈൽ മോഡ്? അത് FCC, BCC, HCP തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ FCC മോഡിലായിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ചില FCC സ്ട്രക്ചേഴ്സിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കോപ്പർ, അലൂമിനിയം, നിക്കൽ, സിൽവർ, പ്ലാറ്റിനം ആൻഡ് ലെഡ്. ഇതൊക്കെ ഡക്റ്റൈൽ മെറ്റീരിയലാണ്.
ഡക്റ്റൈൽ FCC സ്ട്രക്ചറും ഉള്ളതാണ്. അപ്പോൾ ഡക്റ്റൈൽ ഫെയിലിയർ ആയിരിക്കും ഇതിനുണ്ടാവുക. 23ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ആൽഫ അയൺ. ആൽഫ അയണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ BCC ആണ്. ഗാമ അയൺ ആകുമ്പോൾ അത് FCC ആയിരിക്കും. ദെൻ ഡെൽറ്റ ആകുമ്പോൾ അഗെയിൻ BCC ആവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ആൽഫ അയൺ ഒക്കർ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു 910 ഡിഗ്രി ആണ്. 910 വരെയാണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഫൈബ്രസ് ഫ്രാക്ചർ ഒക്കേഴ്സ് ഇൻ. ഫൈബ്രസ് ഫ്രാക്ചർ എപ്പോഴും ഡക്റ്റൈൽ മെറ്റീരിയൽസിലാണ് ഒക്കർ ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഷോർട്ട് പീലിംഗ് ഈസ് എ ഡാഷ് വർക്കിംഗ് പ്രോസസ്. ഹോട്ട്, കോൾഡ്, വാം, വെരി ഹോട്ട്. ഷോർട്ട് പീലിംഗ് നമ്മൾ പറയുന്നത് കോൾഡ് വർക്കിംഗ് പ്രോസസ് ആണ്. കോൾഡ് വർക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് വിച്ച് ഈസ് ക്യാരിഡ് ബിലോ ദി റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ആണ്. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ താഴെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോൾഡ് വർക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ഷോർട്ട് പീലിംഗ് എന്ന് പറഞ്ഞാലും ഒരു കോൾഡ് വർക്കിംഗ് പ്രോസസ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. അപ്പം ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് വീഡിയോസ് നമ്മൾ പോളി ലെക്ചറിൻ്റെ ഫൈനൽ എക്സാം എത്തുന്നതിന് മുന്നേ തന്നെ 100 വീഡിയോസ് എങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മളുടെ 7th വീഡിയോയാണ്. ഓക്കെ, താങ്ക് യു.